അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിക്കുവാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താരിഫ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ ഈ അപ്രതീക്ഷിത നീക്കം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഫോണിൽ സംസാരിച്ച ശേഷമായിരുന്നു ട്രംപ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. താനും ചൈനീസ് പ്രസിഡന്റും തമ്മിലുണ്ടായത് നല്ല ചർച്ചയായിരുന്നുവെന്നും ഫോണിൽ സംസാരിച്ച ശേഷം ട്രംപ് പ്രതികരിച്ചു. താരിഫ് യുദ്ധം നിലനിൽക്കെ തന്നെ ഇരു രാജ്യത്തലവന്മാരും തമ്മിലുണ്ടായ ആദ്യ ഔദ്യോഗിക ഫോൺ സംഭാഷണമാണിത്. വൈറ്റ് ഹൌസിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇരു നേതാക്കളും തമ്മിൽ സംസാരിച്ചതെന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യാപാരത്തിലൂന്നിയ ചർച്ചകളാണ് തങ്ങൾ തമ്മിലുണ്ടായത് എന്ന് ട്രംപ് സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു. ചർച്ച ഇരു രാജ്യങ്ങൾക്കും ഉപയോഗപ്രദമായിരുന്നുവെന്നും ട്രംപ് കുറിച്ചു. തങ്ങൾ പരസ്പരം സന്ദർശനത്തിന് ക്ഷണിച്ചുവെന്നും താൻ ആദ്യം ചൈന സന്ദർശിച്ച ശേഷമായിരിക്കും ഷീ ജിൻപിങ് യുഎസിലേക്ക് എത്തുകയെന്നും ട്രംപ് അറിയിച്ചു. ചർച്ചയിൽ ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകൾ പിൻവലിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. തങ്ങൾ എല്ലാ കാലത്തും ഉറപ്പുകൾ പാലിച്ചിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര നിയമങ്ങളും മര്യാദകളും പാലിച്ചുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും മുന്നോട്ടു പോകണമെന്നും ചൈന ആവശ്യപ്പെട്ടു. ലോകരാജ്യങ്ങൾക്ക് മേലുയർന്ന താരിഫുകൾ ഏർപ്പെടുത്തിയ ട്രംപ് നടപടി വലിയ വിവാദമായിരുന്നു. വ്യാപാര യുദ്ധത്തിന്റെ പോരെ മുറുക്കിയാണ് യുഎസും ചൈനയും തീരുവ യുദ്ധം നടത്തിയത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആദ്യം തീരുവകൾ വർദ്ധിപ്പിച്ച് പോരിനെ തുടക്കമിട്ടത്. അമേരിക്കയുടെ പണം അമേരിക്കയ്ക്ക് ലഭിക്കണമെന്നും മറ്റ് രാജ്യങ്ങൾ തങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്നും ആരോപിച്ചാണ് ട്രംപ് തീരുവ വർദ്ധിപ്പിച്ചത്. ചൈനയ്ക്കുമേൽ അമേരിക്ക ചുമത്തുന്ന അസാധാരണമായ ഉയർന്ന തീരുവ അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളുടെയും അടിസ്ഥാനപരമായ സാമ്പത്തിക ചട്ടങ്ങളുടെയും സാമാന്യ യുക്തിയുടെയും ലംഘനമാണെന്ന് ആരോപിച്ച് ചൈന രംഗത്തു വന്നിരുന്നു. തുടർന്ന് പകരത്തിനു പകരമെന്ന രീതിയിൽ ചൈനയും അമേരിക്കയ്ക്കുമേൽ അധിക തീരുവ പ്രഖ്യാപിച്ചു. തുടർന്ന് നടന്ന ചർച്ചകളിൽ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ 145% നിന്ന് 30% കുറയ്ക്കാൻ യുഎസ് തീരുമാനിച്ചിരുന്നു. യുഎസ് ഇറക്കുമതി തീരുവ 125% നിന്ന് 10% കുറയ്ക്കാൻ ചൈനയും തീരുമാനിച്ചിരുന്നു. 3 മാസത്തേക്ക് വേണ്ടി മാത്രമാണ് ഇവ കുറച്ചത്.